നമസ്കാരം. നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആർക്കായാലും പണത്തിന് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ സേവ് ചെയ്ത് വെക്കേണ്ട 5 ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു 5 ആപ്ലിക്കേഷനും ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന RBIയുടെ അപ്രൂവലുള്ള ആപ്ലിക്കേഷൻസ് ആണ്. എല്ലാ ആപ്ലിക്കേഷൻസും ഒരേപോലെയാണ് ഏകദേശം അതിൻ്റെ റൂട്ടൊക്കെ. അപ്പോൾ അതിന് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ആവശ്യമുള്ളത്, ആർക്കൊക്കെ കിട്ടും, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ 5 ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട്. ഓൺലൈനിലൂടെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ലോൺ എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വേറെ ആരും പൈസ തരാനുണ്ടെങ്കിൽ പിന്നെ ഈ ആപ്ലിക്കേഷൻ പൈസ തരുമ്പോൾ നല്ല കാര്യമാണ്. കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് അവർ വാങ്ങിക്കും, കുറച്ച് കൂടുതലാണ്. ചിലത് 10, 15%, 20% ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. RBI അപ്രൂവ്ഡ് അല്ലാത്ത ലോൺ ആപ്ലിക്കേഷനൊക്കെ നമ്മളെ തേച്ചൊട്ടിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനെ കണ്ടുപിടിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് വീഡിയോകൾ പറഞ്ഞ് മടുത്താണ്. ഇനി അങ്ങനെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിലെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻസ് 5 നമുക്ക് മിനിമം ഒരു 5000 മുതൽ നമുക്ക് അങ്ങോട്ട് എത്ര എമൗണ്ട് വേണം നമുക്ക് കിട്ടും. ലൈക്ക് ഒരു 1 lakh വേണം, 1 lakh, 2 lakh വേണം, 2 lakh ഒക്കെ നമുക്ക് കിട്ടും. ബേസിക്കായിട്ട് എല്ലാ ആപ്ലിക്കേഷനും ഉള്ളത് ഒരു 21 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് കിട്ടുള്ളൂ. ഇതിൽ 1-2 ആപ്ലിക്കേഷൻസ് 18 വയസ്സ് കഴിഞ്ഞവർക്കും കിട്ടും. ഇപ്പോൾ 21-18 വയസ്സ് കഴിഞ്ഞു എന്നുകൊണ്ട് നമുക്ക് ലോൺ 100% കിട്ടണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, അത്യാവശ്യം നമുക്ക് സിബിൽ സ്കോർ വേണം. ഒരു 650 മേളിൽ, ഒരു 750 ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. 650 മേളിൽ സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ അപ്രൂവൽ ആയിട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമാണ്, നമുക്ക് സാലറി കിട്ടുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു സാലറീഡ് പേഴ്സൺ, ഒരു സെൽഫ് എംപ്ലോയിഡ് അല്ലാത്ത ഒരാൾക്കും ലോണ് ഈ കമ്പനികളൊന്നും കൊടുക്കാറില്ല. ക്രെഡിറ്റ് ബി ഒക്കെ നേരത്തെ കൊടുക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ അതിലും കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് പ്രൂഫൊക്കെ വെച്ച് ചെക്ക് ചെയ്യും. നമുക്ക് എത്രത്തോളം വരുമാനമുണ്ട്, എത്രയൊക്കെ വരുമാനം പോകുന്നുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ നോക്കും. ചില കേസിൽ ഈ പറഞ്ഞ ശമ്പളമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ട്രാൻസാക്ഷനിൽ ഒരുപാട് പൈസ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസൊക്കെ പൈസ കൊടുക്കാറുണ്ട്, ലോണായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യുന്നതിൽ വേറെ കുറ്റമോ കാര്യങ്ങളില്ല. ചിലവർക്ക് ട്രൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുമുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷൻ ഉള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും പറഞ്ഞു തെറിപ്പിക്കുന്നില്ല. ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ എന്നും അതിൻ്റെ ഡൗൺലോഡ് ലിങ്കും എല്ലാം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കുന്നതാണ്. അല്ല, മുഴുവനായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ ആപ്ലിക്കേഷനായിട്ട് പരിചയപ്പെടുത്തും, അതൊക്കെ നിങ്ങൾ നോക്കാം. സോ നമ്പർ 1 എന്ന് പറയുന്നത് IAFL ലോൺസ് ആണ്. IAFL ലോൺസ് എന്ന് സിമ്പിളായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പാണ്. IAFL ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആപ്ലിക്കേഷനാണ്. 10 ലക്ഷം ആൾക്കാർ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്പർ 2 എന്ന് പറയുന്നത് സ്റ്റാഷ്വിൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റാഷ്വിൻ പേഴ്സണൽ ലോൺ ആപ്പ് എന്ന് അടിച്ചാൽ മതി. അക്കാര ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മറ്റേത് 10 ലക്ഷം ആൾക്കാരെ ഡൗൺലോഡ് ചെയ്തെങ്കിൽ സ്റ്റാഷ്വിൻ 1 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 3 എന്ന് പറയുന്നത് ഫൈബ് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ്. ഫൈബ് 1 crore പ്ലസ് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 4.4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതിന് മുന്നത്തെ ആപ്ലിക്കേഷൻ 4.1 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതിന് മുന്നത്തത് 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ നിലവിൽ എല്ലാം നോക്കുമ്പോഴേക്കും ഫൈബാണ് ബെസ്റ്റ്. കാരണം ഫൈബിന് 4.4 സ്റ്റാർ ഉണ്ട്. 1 crore ആൾക്കാർ ഡൗൺലോഡും ചെയ്തിട്ടുണ്ട്. നമ്പർ 4 എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബി ആണ്. ക്രെഡിറ്റ് ബിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. ആയ കാലം മുതൽ ഇൻസ്റ്റന്റ് ലോൺ എന്ന് പറഞ്ഞതിനെ കുറിച്ച് അറിയുന്ന കാലഘട്ടം മുതൽ ആദ്യം മനസ്സിൽ വരിക ക്രെഡിറ്റ് ബി ആണ്. അപ്പോൾ അത്രയും വലിയൊരു കമ്പനിയാണ് ക്രെഡിറ്റ് ബി. ആദ്യമായിട്ട് ഞാൻ ലോൺ എടുത്തതും ക്രെഡിറ്റ് ബിയിലൂടെയാണ്. പിന്നെ ഒരുപാട് ലോൺ എടുക്കലായിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് ബിയിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുഴുവൻ ലോൺ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് ഈ ക്രെഡിറ്റ് ബി. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പേരാണിത്. അപ്പോൾ ക്രെഡിറ്റ് ബിയുടെ പേരിൽ പലരും തട്ടിപ്പ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ക്രെഡിറ്റ് ബിയുടെ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പെല്ല് ചെയ്യുന്നത്. കണ്ട, ചില ആൾക്കാർ C വെച്ചിട്ട് CRIDIT എന്നൊക്കെ വെച്ച് ക്രെഡിറ്റ് ബി എന്നൊക്കെ വെച്ചിട്ട് പല ഫേക്ക് ആപ്ലിക്കേഷൻസും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്രെഡിറ്റ് ബിയുടെ പകരം ഈ ബി മാറ്റിയിട്ട് C, അവിടെ C വെച്ച് ക്രെഡിറ്റ് C, അതുപോലെ ക്രെഡിറ്റ് വി വെച്ച് ക്രെഡിറ്റ് വി എന്നൊക്കെ ആക്കിയിട്ട് പല ഫേക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഇട്ടിട്ട് ആൾക്കാർ കാണുമ്പോൾ ക്രെഡിറ്റ് ബി ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ അതല്ല ക്രെഡിറ്റ് ബി. ക്രെഡിറ്റ് ബിൻ്റെ ആപ്ലിക്കേഷൻ 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ കാണും. ഇങ്ങനെ തന്നെ എൻ്റർ ചെയ്യുക, ക്രെഡിറ്റ് ബി എന്ന് എൻ്റർ ചെയ്യുക, പേഴ്സണൽ ലോൺ ആപ്പ് എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ടും 4.6 സ്റ്റാർ റേറ്റിംഗ് ആണ്. അപ്പോൾ ഏറ്റവും അടിപൊളി ആപ്ലിക്കേഷൻ ഇതാണ്. 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തു. ആലോചിച്ച് നോക്കിയേ. ഫിനോവേഷൻ ടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ആപ്ലിക്കേഷനാണ്. നമ്പർ 5 എന്ന് പറഞ്ഞത് റിംഗ് ആണ്. പേ വിത്ത് റിംഗ് ആണ്. ഓൺ EMI ടെക്നോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇവരും 10 ലക്ഷം ആൾക്കാർ മാത്രമേ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ.
ഇത് SI ക്രേവ ക്യാപിറ്റൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇവരുടെ NBFCയുടെ പേര്. ആ NBFC ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഫണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് 5 ആപ്ലിക്കേഷനാണ്. ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ ലോൺ ആപ്ലിക്കേഷന് ലോൺ എടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ പണത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ അവഗണിക്കരുത്. സിമ്പിളായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അവരോട് പറയുന്നത് ഈ വീഡിയോ നോക്കിയോ 5 ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും സകലമായ സ്ഥലത്തും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കത് യൂസ്ഫുൾ ആയിട്ട് മാറുക തന്നെ ചെയ്യും. ചെറുതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇതൊരു സഹായം തന്നെയാണ്, വലിയൊരു സഹായമാണ്. വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളുടെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.